യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള 15ാമത്തെ കലാരൂപമാണ് ഗുജറാത്തിൽ നിന്നുള്ള ഗർബ. കേരളത്തിൽ നിന്നും പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള കലാരൂപങ്ങളാണ് കൂടിയാട്ടം, മുടിയേറ്റ് എന്നിവ. സഞ്ചാരികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ലോൺലി പ്ലാനറ്റ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച 100 ബീച്ചുകളിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള ബീച്ചാണ് പാപനാശം വർക്കല ബീച്ച്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് പുരസ്കാരം ലഭിച്ചത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിനാണ്. കാന്തല്ലൂരിൻ്റെ അംബാസിഡറാണ് ജിതേഷ് ജി. 2024 യുനെസ്കോയുടെ വേൾഡ് ക്രിയേറ്റീവ് സിറ്റികളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും മ്യൂസിക് സിറ്റിയായി മധ്യപ്രദേശിലെ ഗോളിയാർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ വർഷം 55 നഗരങ്ങൾക്കാണ് ഇടം നേടാൻ കഴിഞ്ഞത്. ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിലെ തന്നെ ആദ്യ സാഹിത്യ നഗരമായി കേരളത്തിൻ്റെ കോഴിക്കോട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഒക്ടോബർ 31 വേൾഡ് സിറ്റീസ് ഡേയിലാണ് ഈ അംഗീകാരം നമുക്ക് നേടാൻ കഴിഞ്ഞത്. ഏപ്രിൽ 18 പൈതൃക ദിനമായി യുനെസ്കോ ആചരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് കോഴിക്കോട് കാപ്പാട് ബീച്ചിന് ലഭിച്ചു. ഇന്ത്യയിൽ നിന്നും 8 ബീച്ചുകൾക്കാണ് ഈ അംഗീകാരം ലഭിച്ചത്. ഡെൻമാർക്ക് ഫൗണ്ടേഷൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് എൻവയോൺമെൻ്റ് ആണ് ഈ അംഗീകാരം നൽകുന്നത്.